ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഷഷ്ഠി വ്രതം ആരംഭിക്കുന്ന സമയം എപ്പോൾ, എങ്ങനെയാണ് വ്രതം തുടങ്ങേണ്ടത്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, എന്ത് നൈവേദ്യമാണ് ഇന്ന് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വീഡിയോ ആണ്. ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഷഷ്ഠിവ്രത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. എല്ലാ ദിവസങ്ങളിലും, അതായത് 7 ദിവസവും ചൊല്ലേണ്ട തിരുപ്പുകഴുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരവും ഇന്ന് നമ്മുടെ ഷഷ്ഠി വ്രതത്തിൻ്റെ 1-ാം ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ എങ്ങനെയാണ് ഷഷ്ഠി വ്രതം ആചരിക്കേണ്ടത്, വ്രതത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വ്രതങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള വ്രതങ്ങളുണ്ട്, പീരിയഡ്സ് ആയാൽ എന്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് നമ്മൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച, അതായത് 22/10/2025 ബുധനാഴ്ചയാണ് നമുക്ക് ഷഷ്ഠി വ്രതത്തിൻ്റെ ആദ്യ ദിവസം എന്ന് പറയുന്നത്. നാളെ തന്നെ, അതായത് 21-ാം തീയതി തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവർ നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ 7 ദിവസവും പൂജകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും വീടെല്ലാം ശുദ്ധമാക്കുക. ഇനി അഥവാ ദീപാവലിക്ക് പൂജയ്ക്ക് വേണ്ടി ശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുടരാവുന്നതാണ്. നോൺ വെജ് എല്ലാം ഈ സമയത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വീടെല്ലാം ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി നമ്മൾ എന്തു ചെയ്യണമെന്നാൽ, കിഴക്കുദിശ, വടക്കുദിശ, പടിഞ്ഞാറ് ദിശ നോക്കി നമ്മുടെ വീട്ടിലെ മുരുക ഭഗവാൻ പടങ്ങൾ താഴെ വയ്ക്കുവാനായിട്ട്, അതായത് പൂജാമുറി ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു മനപ്പലകയിൽ ചുവന്ന പട്ടു തുണി വിരിച്ച് ഭഗവാന്റെ തിരുരൂപ പടം, വള്ളി ദേവസേന സമേതനുള്ള ഒരു പടമോ അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ പടം ഏതാണോ നിങ്ങളുടെ കൈകളിലുള്ളത് ആ ഒരു പടം നിങ്ങൾ ഈ വഴിപാടിനായിട്ട് തയ്യാറാക്കി വയ്ക്കാം. പൂക്കൾ നമ്മൾ ഏത് പൂക്കളാണ് ഉപയോഗിക്കേണ്ടതെന്നാൽ ചുവന്ന നിറത്തിലുള്ള ഏത് തരത്തിലുള്ള പൂക്കളാണെങ്കിലും, ഇനി നമ്മുടെ വീട്ടിൽ അരളിപ്പൂക്കൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും സാരമില്ല. നമ്മൾ ഏത് പൂക്കളാണെങ്കിലും ഒരു പുഷ്പം ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുമ്പോൾ മനഃപൂർവ്വമായി സന്തോഷത്തോടു കൂടി ഭഗവാനെ എനിക്കിതേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ആ പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് പരിപൂർണമായും ഉൾക്കൊണ്ട് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ശുദ്ധമായ ഒരു മനപ്പലക, ചുവന്ന പട്ടുതുണി, അതിനു മുകളിൽ ഭഗവാന്റെ തിരുരൂപപ്പടം. ഇനി വിഗ്രഹമുണ്ട്, വേലുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് താഴെ വെക്കാവുന്നതാണ്. കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ്. മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് തയ്യാറാക്കി വെക്കാം. ഇനി മറ്റന്നാൾ രാവിലെയാണ് എന്ന് പറഞ്ഞു. വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ, വ്രതത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ചിലർ കലശം വെച്ച് 7 ദിവസവും കലശ വഴിപാട് ചെയ്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാറും പതിവുണ്ട്. ഇനി നിങ്ങൾക്ക് അതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ കലശം വെക്കുന്നത് എങ്ങനെയാണ് എന്ന് പെട്ടെന്ന് ഞാൻ പറയാം. ഒരു ചെറിയ തട്ട്, അതിന് മുകളിൽ പച്ചരിയോ നെല്ലോ ഇട്ട്, അതിന് മുകളിൽ മഞ്ഞളും കുങ്കുമവും ഇട്ട്, കലശച്ചെമ്പിൽ 1 രൂപ നാണയം, 1 സ്പൂൺ കല്ലുപ്പ്, അതുപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പ്, 1 കഷ്ണം പച്ചക്കർപ്പൂരം, നിങ്ങളുടെ കയ്യിൽ 5 മുഖ രുദ്രാക്ഷമുണ്ടെങ്കിൽ അത് 1, അതിനോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, കുങ്കുമം ഇവയും ഇട്ട് പനിനീരോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ ഒഴിച്ച് കലശത്തേങ്ങ എന്ന് പറയും, അത് നമുക്ക് ഈ ചെമ്പിനകത്തേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. 5 മാവില അല്ലെങ്കിൽ 5 വെറ്റില നമുക്ക് വെച്ചതിന് ശേഷം ആ പച്ചരി നിരത്തിയ തട്ടിന് മുകളിൽ ഈ ഒരു കലശത്തെ എടുത്ത് വെക്കാവുന്നതാണ്. ഈ രീതി നിങ്ങൾക്ക് ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയൊന്നും ശീലമില്ല എന്ന് പറയുകയാണെങ്കിലും സാരമില്ല. നമ്മൾ ഭഗവാന്റെ തിരുരൂപ പടം, വിഗ്രഹം, വേൽ എന്നിവ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മതിയാകുന്നതാണ്. ഇനി എന്താണ് കാപ്പ് കെട്ടുന്നത് എന്ന് പലർക്കും സംശയമുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കാപ്പ് കെട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ വ്രതത്തിലാണ്. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുവാൻ വേണ്ടിയും നമുക്ക് ചുറ്റും നെഗറ്റീവ് ശക്തികൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടിയും നമ്മൾ നമുക്ക് തന്നെ ഒരു സംരക്ഷണത്തിന് വേണ്ടി കെട്ടുന്ന ഒന്നാണ് ഈ കാപ്പ് കെട്ടൽ എന്ന് പറയുന്നത്. ഇതും ശീലമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ
അതിൻ്റെ രീതി കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ മഞ്ഞൾ കഷ്ണം, അതുപോലെ തന്നെ ഒരു മഞ്ഞൾ നിറത്തിലുള്ള താലിച്ചരട് പോലുള്ള കയറ്. ഈ ചരടിന് നടുവിലായിട്ട് മഞ്ഞൾ കഷ്ണം കെട്ടിവെക്കുക. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭഗവാന്റെ തിരുരൂപ പടത്തിന് മുൻപിൽ വെച്ചതിനു ശേഷം നമ്മൾ ദീപം തെളിയിക്കുക. ഭഗവാന്റെ തിരുമുന്നിൽ ദീപം തെളിയിച്ച് നമ്മൾ ഈ വ്രതം തുടങ്ങുകയാണ്. പൂർണ്ണമായ സംരക്ഷണം എനിക്ക് ഭഗവാനെ എനിക്ക് ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിനും എനിക്കും സംരക്ഷണം തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ മുതിർന്നവരോടോ, ഇനി അഥവാ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ എങ്കിൽ ഭർത്താവിനോടോ കെട്ടിത്തരം പറയാവുന്നതാണ്. ഇത് നമ്മൾ തന്നെ നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണ രീതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇതും നമുക്ക് ശീലമില്ല എങ്കിൽ നമുക്ക് അതും വേണ്ട. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾ ഒരു ദീപം തെളിയിച്ചു വെക്കണം. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ ഒരു കാര്യമാണ്. ഷഡ്കോണ കോലത്തിലെ ഓം ശരവണ ഭവയിലെ ഷ എന്നുള്ള വാക്കിൽ നമുക്ക് ആദ്യത്തെ ഒരു ദീപം തെളിയിച്ചു വെച്ചാലും സാരമില്ല. ഇനി 6 ദീപവും ദിവസവും തെളിയിക്കാൻ ആഗ്രഹമാണെങ്കിലും സാരമില്ല. കഴിവതും വെളുത്ത നിറത്തിലുള്ള തിരി അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള തിരി ഇട്ട് നമുക്ക് ദീപം തെളിയിക്കാൻ തയ്യാറാക്കി വെക്കാം. ഇനി ഏത് സമയത്താണ് നമ്മൾ പൂജ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാപ്പ് കെട്ടേണ്ടത്? 22/10/2025 ബുധനാഴ്ച രാവിലെ 4 മണി മുതൽ 6 മണി വരെയോ അല്ലെങ്കിൽ 6 മണി മുതൽ 7 മണി വരെയോ. ഇനി ആ സമയവും നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ 10:20 വരെയുള്ള സമയത്തോ നമ്മൾ നമ്മുടെ വീട്ടിൽ കാപ്പ് കെട്ടുകയോ കലശം വയ്ക്കുകയോ വഴിപാട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് പറ്റാത്തവർ, നമ്മൾ പൂജകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയവും കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദിവസത്തിൽ നമ്മൾ ഏത് പ്രാർത്ഥനയാണ് ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ഏതൊരു ആഗ്രഹമാണെങ്കിലും, സന്താന ഭാഗ്യങ്ങൾക്ക് വേണ്ടി, സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഏത് പ്രാർത്ഥനയാണോ ഭഗവാന്റെ തിരുമുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചതിന് ശേഷം ആ പ്രാർത്ഥന ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ എന്നും പറയും, ഒരിറ്റു കണ്ണുനീർ മാത്രം മതി ഭഗവാന് നമ്മൾ കൊടുക്കുവാനായിട്ട്. ഭഗവാൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് പറയുന്ന സമയത്ത് പലരും പറയും കണ്ണുനീർ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇല്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. നമ്മുടെ കൈകളിൽ ഭഗവാൻ നമുക്ക് കോടാനുകോടി നന്മകൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? വെറും ഒരിറ്റു കണ്ണുനീർ മാത്രമാണ്. മനസ്സുരുകി ഭഗവാനെ ഒരിറ്റു കണ്ണുനീരോടുകൂടി വിളിച്ചാൽ വിളിപ്പുറത്തെത്തും ഭഗവാൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏതൊരു ആഗ്രഹങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും ഇന്ന് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഏത് മന്ത്രമാണ് ഈ ഒരു ദിവസത്തിൽ ജപിക്കേണ്ടത്? ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമുക്ക് 301 തവണ നമുക്ക് ഈ ഒരു ദിവസത്തിൽ ജപിക്കാവുന്നതാണ്. ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം. ഇനി അതുപോലെ തന്നെ സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യാവുന്നതാണ്. വേൽമാറൽ മഹാമന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തിരുപ്പുകൾ ചൊല്ലേണ്ടത് ഇന്ന് നമുക്ക് സ്വന്തം വീടിന് വേണ്ടിയും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ ഏതാണ് എന്ന് പറയാം. അതിനു മുന്നേ നമ്മൾ ഈ ഒരു ദിവസത്തിൽ വെക്കേണ്ട നൈവേദ്യം എന്താണ് എന്നുകൂടി പറയാം. നമ്മൾ നൈവേദ്യമായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള പൊങ്കലോ അല്ലെങ്കിൽ പായസമോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് നമുക്ക് എന്താണ് കിച്ചടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും സാരമില്ല. ശുദ്ധമായ പശുവിൻ പാൽ കാച്ചി അതിൽ നമുക്ക് തേനൊഴിച്ച് ഭഗവാന്റെ മുൻപിൽ വയ്ക്കാം. ഇനി അതുമില്ല, ഞങ്ങൾ വളരെ എളിമയായ രീതിയിലാണ് പ്രാർത്ഥിച്ചു വഴിപാടുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2 വെറ്റില, അടയ്ക്ക, ഒരു പഴം, ഇത് മാത്രം വെച്ചും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് വെക്കാം. ഇനി ഇതുപോലെ തന്നെ തേനും തിനയും കൂടി ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കാം. ഇതെല്ലാം അവരവരുടെ താല്പര്യമാണ്. ഇനി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മൾ ഈ ദിവസത്തിൽ സ്വന്തം വീടിനു വേണ്ടി ചൊല്ലേണ്ട തിരുപ്പുകൾ ഏതാണ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരേ തിരുപ്പുകൾ തന്നെയാണ് എങ്കിലും പുതിയതായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, സ്കന്ദഷഷ്ടി വ്രതത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ആ തിരുപ്പുകൾ ഏതാണ് എന്ന് കാണാം. ഇത് സിറുവാപുരി തിരുപ്പുകളാണ്. സ്വന്തം വീടിനു വേണ്ടി നമ്മൾ ജപിക്കേണ്ട ഒരു തിരുപ്പുകൾ എന്ന് പറയുന്നതാണ് ഇത്.
அண்டர்பதி குடியேற மண்டசுரர் உருமாற அண்டர்மன மகிழ்மேற வருளாலே அந்தரிய டுடனாடு சங்கரனும் மகிழ்கூற ஐங்கரனும் உமையாடும் மகிழ்வாக மண்டலமும் முனிவோரு மெண்டசையில் உளபேறு மஞ்சினனும் மயனாரும் எதிர்காண மங்கையுடன் அரிதானு மின்பமுற மகிழ்கூற மைந்துமையிலுடனாடி வரவேணும் புண்டரிக விழியான அண்டர்மகள் மணவாள புந்தி நிறை அறிவான உயர்தோளா பொங்குகடலுடனாகும் விண்டுவர இகழ் சாடு பொன்பரவு கதிர்வீசு வடிவேலா தண்டரள மணிமார்பு செம்பொனழில் செரிரூப தண்டமிழின் மிகுநேய முருகேசா സന്തമമും അടിയാർകൾ ചിന്തയത് കുടിയാന തൻ സിരുവൈ തനിൽമേവു പെരുമാളെ. ഈ ഒരു തിരുപ്പുകളാണ് നമ്മൾ സ്വന്തമായി വീട് ഭൂമി എല്ലാം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ. ഇനി സന്താന ഭാഗ്യത്തിന് വേണ്ടിയുള്ള തിരുപ്പുകൾ ഞാൻ രണ്ടാം ഭാഗത്തിൽ, അതായത് രണ്ടാം ദിന വീഡിയോയിൽ പറയാം. അപ്പോൾ അത് ചൊല്ലാം. ഇനി അഥവാ നിങ്ങൾക്ക് അതൊന്നും ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2-3 മന്ത്രജപങ്ങൾ കൊടുക്കാം. അതായത് മുരുക ഭഗവാന്റെ തിരുപ്പുകളിലെ തന്നെ മന്ത്രജപങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഏറുമയിൽ ഏറിവിളയാടുമുഖം ഒன்றേ ഈശ്വരുടെ ജ്ഞാനമൊഴി പേസുമുഖം ഒன்றേ കൂറുമടിയാർകൾ വിனை തീർക്കുമുഖം ഒன்றേ குன்றருவ வேல்வாங்கி நின்ற முகம் ஒன்றே மாறுபடு சூரரை வதைத்த முகம் ஒன்றே வள்ளியை மனம் புணர வந்த முகம் ஒன்றே ஆறுமுகமான பொருள் நீயருளல் வேண்டும் ആദിയരുൺ ആച്ചലം അമർന്ന പെരുമാളെ. അതായത് ഭഗവാന്റെ 6 മുഖങ്ങളെക്കുറിച്ചാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ സന്തവൃത്തത്തിൽ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. അതായത് മയിലിന് മുകളിൽ കയറി കളിക്കുന്ന ഒരു മുഖം, അതുപോലെ തന്നെ ഈശന് ശിവഭഗവാന് ജ്ഞാനമൊഴി, അതായത് സ്വാമിക്ക് തകപ്പൻ സ്വാമി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? ഓം എന്നുള്ള പ്രണവ മന്ത്രത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുഖം, അതായത് ഒരു ഗുരുവിൻ്റെ മുഖമായി മാറുകയാണ്. മയിലിന് മുകളിൽ കയറി കളിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞായും, അച്ഛന് ജ്ഞാനമൊഴി പറയുമ്പോൾ ഒരു ഗുരുവായും, കൂറുമടി ആർകൾ വിനെ തീർക്കുമുഖമുണ്ട്, നമ്മുടെ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങളെല്ലാം പറയുന്ന സമയത്ത് നമുക്കൊരു വഴികാട്ടിയായും, അതുപോലെ തന്നെ ദേവന്മാരുടെ നന്മയ്ക്കായി ശൂരനെ വധം ചെയ്യുവാനായിട്ട് വേൽ വാങ്ങുന്ന സമയത്ത് ഒരു യോദ്ധാവായും, അതുപോലെ തന്നെ ശൂരനെ വധം ചെയ്യുന്ന സമയത്ത് രുദ്ര രൂപമുള്ള ഭഗവാനായും, മാത്രമല്ല വള്ളി ദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു മണവാള രൂപത്തിലും ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 6 മുഖൻ്റെ മുൻപിൽ നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നതാണ് ഇവിടെ ഈ ഒരു മന്ത്രജപം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു മന്ത്രജപം നിങ്ങൾക്ക് ജപിച്ചാലും 100-ൽ 100% ഫലം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്നിവ ഇല്ലാണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. സന്താന ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും അവർ ആഗ്രഹിച്ചതുപോലെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞ് അവരുടെ കൈകളിലുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ജോലി, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം എന്നിവയെല്ലാം നേടിയെടുക്കുവാനും മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് വളരുന്ന മക്കളായിട്ടും അവർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാറാ രോഗങ്ങളെ പോലും മാറ്റിയെടുക്കുവാൻ സാധിക്കും മുരുക ഭഗവാന്റെ വഴിപാടിലൂടെ, അതും വേൽ വഴിപാടിലൂടെ. ആരൊരാൾ വേൽമാറൽ മഹാമന്ത്രം മനസ്സുരുകി ജപിക്കുന്നുവോ അവർക്ക് തീരാ നോയുണ്ടെങ്കിൽ പോലും അത് തീർത്തു തരും ഭഗവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേൽമാറൽ മഹാമന്ത്രം ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്കന്ദഷഷ്ഠി കവചം, സ്കന്ദഷഷ്ഠി കവചം ഒരു പ്രാവശ്യം ജപിച്ചാലും അല്ല നമുക്ക് കാലത്തും വൈകുന്നേരത്ത് ജപിച്ചാലും നന്മ തന്നെയാണ്. ഇനി അഥവാ നിങ്ങൾക്കത് ജപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓം ശരവണഭവ എന്നുള്ളതിൻ്റെ ആ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഷോർട്സിലൂടെ അത് പറയാം. രഹണഭവസ ഭവന രഹസ എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് ജപിക്കാം. ഇനി മന്ത്രമേ എനിക്ക് ചൊല്ലാൻ അറിയില്ല, ഞാൻ എങ്ങനെയാണ് ആദ്യമായിട്ടാണ്
വേണ്ടിയാണ് വഴിപാട് ചെയ്യുന്നത്, എനിക്കിതുവരെയും എന്താണ് സ്കന്ദഷഷ്ഠി വ്രതം, ആർക്കു വേണ്ടിയാണ് ഈ വ്രതം ഇരിക്കുന്നത് ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഇത് കേട്ടപ്പോൾ വ്രതം ഇരിക്കാൻ ആഗ്രഹം തോന്നുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഭഗവാന്റെ തിരുരൂപ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ച് വെച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം വെച്ചുകൊണ്ട് ഓം മുരുക എന്നുള്ള മന്ത്രം മാത്രം ജപിക്കുക. മുരുക 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 എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരും ഈ 3 വാക്കിൽ ഉൾപ്പെടും. മു എന്നാൽ മുകുന്ദനെയും, രു എന്നാൽ രുദ്രനെയും, ഖ എന്നാൽ കമലദേവനെ അതായത് ബ്രഹ്മാവിനെയുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആക്കൽ, അഴിക്കൽ, പടയ്ത്തൽ എന്നിങ്ങനെ 3 ജോലികൾ ചെയ്യുന്ന രുദ്രൻ, മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ഇവർ 3 പേരെയും നമ്മൾ ജപിച്ച് പ്രാർത്ഥിച്ച് വിളിച്ച് കരഞ്ഞ് ആ ഒരു ഫലം നമുക്ക് മുരുക എന്നുള്ള 3 അക്ഷരം കൊണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴെല്ലാം നിങ്ങൾക്ക് മുരുക എൻ്റെ മുൻപിൽ വന്നു നിൽക്കൂ എന്ന് പറയുവാൻ തോന്നുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സുരുകി വിളിക്കാം മുരുക 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 എന്നുള്ള മന്ത്രം. ഇതിനേക്കാൾ വലിയൊരു മന്ത്രം ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എളിയ രീതിയിലും വഴിപാടുകൾ ചെയ്യാം. നമ്മളെപ്പോഴും വഴിപാടുകൾ ചെയ്യുവാനും പൂജകൾ ചെയ്യുവാനും ഒരുപാട് പണം ചിലവാക്കി അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊന്നുമില്ല. വളരെ എളിയ രീതിയിൽ നിങ്ങൾ മന്ത്രം ജപിച്ചാലും മനസ്സിൽ ശുദ്ധമായ മനസ്സോടുകൂടിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണം, ഉയർച്ചയിലേക്ക് എത്തണം, ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും തുണയില്ല എന്ന് കരുതി ആ തിരുമുന്നിൽ പോയി നിന്ന് 2 കൈയും കൂപ്പി നിന്നാൽ മാത്രം മതി ഭഗവാൻ നമ്മളെ സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുവാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടത്, ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, എന്താണ് നൈവേദ്യം സമർപ്പിക്കേണ്ടത്, കലശം വെക്കേണ്ടത് എങ്ങനെ, കാപ്പ് കെട്ടേണ്ടത് എങ്ങനെ, ആ സമയം എപ്പോഴാണ് എന്നെല്ലാം വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിച്ചറിയാവുന്നതാണ്. ഇനി 2ാം ദിവസത്തെ വ്രതരീതികളെക്കുറിച്ചും നൈവേദ്യങ്ങളെക്കുറിച്ചും എല്ലാം ഉടൻ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.